ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. നീ ആത്മഹത്യ ചെയ്യൂന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ എന്തുമാത്രം പേടിച്ചു എന്ന് നിനക്കറിയോ? പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളില്ല. എത്ര വലിയ പ്രശ്നം വന്നാലും നിന്റെ കൂടെ നിൽക്കാൻ പ്രിയനും ഞാനും നിന്റെ കുടുംബവും കൂട്ടുകാരും ഒക്കെ ഉണ്ട്. നീ തെറ്റായ ഒരു തീരുമാനം എടുത്ത അത് ഞങ്ങൾ എല്ലാവരെയും ബാധിക്കുമെന്ന് നീ മറക്കരുത്. ഇങ്ങനെയുള്ള ചിന്ത പോലും നിന്റെ മനസ്സിൽ ഇനി ഉണ്ടാവരുത്. എന്റെ അവസ്ഥ എന്താന്ന് ഞാൻ മാഡത്തിനോട് പറഞ്ഞില്ലേ? എല്ലാവരും കൂടി എന്നെ ഒരു കളിപ്പാവയാക്കി മാറ്റിയിരിക്കുക. എല്ലാരോടും സത്യം വിളിച്ച് പറയണമെന്നുണ്ടെങ്കിലും പ്രിയൻചേട്ടൻ അതിന് സമ്മതിക്കുന്നില്ല. ഇനി സത്യം പറയാൻ വൈകിപ്പിച്ച എല്ലാവരുടെയും മുന്നിൽ ഞാൻ വഞ്ചകയാവും. അവരെനിക്ക് കമ്പനിയിൽ തരുന്ന പദവിയും അധികാരത്തെയും മോഹിച്ച ഞാൻ സത്യം പറയത്തെന്ന് അവർ കരുതുള്ളൂ. ഞാൻ എല്ലാവരുടെയും മുൻപിൽ അങ്ങനെ നാണം കെട്ടണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെ. നീ ഒരു വഞ്ചകയാണെന്ന് കൈലാഷ് കരുതണം. അവൻ നിന്നെ വെറുക്കണം. എന്നാലേ എനിക്ക് അവന്റെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ പറ്റും. എന്നെ രക്ഷിക്കാൻ മാഡത്തിന് മാത്രമേ കഴിയൂ. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല പാറു. നീ വിളിച്ച് സംസാരിച്ച ഉടനെ ഞാൻ സീതയെ നേരിട്ട് പോയി കണ്ടു. എന്നിട്ട് നീയും പ്രിയനും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും ആവശ്യമില്ലാതെ കൈലാഷിന് പ്രതീക്ഷ നൽകരുതെന്നും ഞാൻ അവരോട് വ്യക്തമായി പറഞ്ഞു. അവരെന്ത് പറഞ്ഞു മാഡം? ഞാൻ എല്ലാം പറഞ്ഞതിന് ശേഷവും സീതയുടെ മനസ്സ് മാറിയിട്ടില്ല. പാറു ആരെ സ്നേഹിച്ചാലും തനിക്ക് പ്രശ്നമില്ലെന്നും കൈലാഷിന്റെ ആഗ്രഹം നടത്തിക്കൊടുക്കുമെന്നും സീത വാശിക്ക് പറഞ്ഞു. ആന്റി എന്തിനാ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച പോലെ പെരുമാറുന്നത്? മാഡം എന്തായി പറയുന്നത്? ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞിട്ടും പാറുവിനെ കൈലാഷ് സാറിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണോ അവരുടെ ഉദ്ദേശം? അതെ. അവർക്ക് എങ്ങനെയാ ഈ കാര്യത്തെ ഇത്ര സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നേ? മറ്റൊരാളെ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ സ്വന്തം മകന്റെ ഭാര്യയാക്കാൻ ഏതെങ്കിലും അമ്മ ആഗ്രഹിക്കൂ? നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം നമ്മളെ ചതിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും കാലം എന്നെ കൈലാഷ് സാറിന്റെ മുന്നിൽ ഒരു മോശക്കാരിയാക്കാൻ ശ്രമിച്ചവരാ ഇപ്പോ ഇരു കൈ നീട്ടി എന്നെ സ്വീകരിക്കാൻ മത്സരിക്കുന്നത്. കൈലാഷ് സാറ് എന്നെ മറക്കാൻ തയ്യാറല്ലെന്ന് ഉറപ്പിച്ച് വീട് വിട്ട് ഇറങ്ങി പോകുന്ന സാഹചര്യം വന്നപ്പോഴാ ഇവരെല്ലാവരും നിലപാട് മാറ്റിയത്. കൈലാഷ് സാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്നെ ബലിയടാക്കാനാ ഇവരുടെ എല്ലാ ഉദ്ദേശം. ഇനിയും ക്ഷമ കാണിച്ചു തന്നിട്ട് കാര്യമില്ല. നമുക്ക് ഒരുമിച്ച് കൈലാഷ് സാറിനെ കണ്ട എല്ലാ സത്യങ്ങളും തുറന്നു പറയാം. നീ പറഞ്ഞതുപോലെ നമുക്ക് ചുറ്റുമുള്ളവര് നമ്മളെ ചതിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മള് കൂടുതൽ ക്ഷമ കാണിക്കല്ലേ വേണ്ടത്? നമ്മൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുമെന്നായിരിക്കും അവര് കരുതുന്നത്. ഇവന് വിചാരിച്ചതിനും കൂടുതൽ ബുദ്ധിയുണ്ട്. എത്ര കാലം എന്ന് വെച്ചാ ഈ സത്യം നമ്മൾ മറച്ചു വെക്കാൻ പോകുന്നേ? ആ ചോദ്യത്തിന് എന്റെ കയ്യിൽ ഉത്തരവില്ല പാറു. പക്ഷെ ഞാൻ ഒരിക്കലും നിന്നെ കൈവിടില്ല. ഇതെന്റെ വാക്കാ. എന്നെ ഒന്ന് വിശ്വസിക്ക. ഞാൻ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടോളാം. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? കൈലാഷിന്റെ കണ്ണിലെങ്ങാനും നമ്മൾ പെട്ടാ ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. ഞാൻ വരുന്നത് ആരും കണ്ടിട്ടില്ല. ശരി, നീ എന്തിനാ വന്നതെന്ന് വേഗം പറഞ്ഞിട്ട് പോവാൻ നോക്ക്. വാർഡൻ പ്രിയനും പാർവതിയും പ്രേമിക്കുന്ന കാര്യം ആന്റിയോട് പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞത്? പാർവതിയും പ്രിയനും ഭൂമിക മേഡത്തെ കണ്ട് സംസാരിക്കാൻ വന്നിരുന്നു. അവര് സംസാരിക്കുന്നത് കേട്ടപ്പോഴാ ഞാനിതെല്ലാം അറിഞ്ഞത്. ആന്റി എന്താ ഇത് ഇത്രയും കാഷ്വൽ ആയിട്ട് എടുക്കുന്നേ? ഞാനോ ആന്റിയോ
പാർവതിയും പ്രിയനുമായി പ്രണയത്തിലാണെന്ന് പറഞ്ഞാലും കൈലാഷ് വിശ്വസിക്കില്ലെന്ന് ചിന്തിക്കുന്നതിൽ ഒരു ലോജിക്കുണ്ട്. പക്ഷെ ഇപ്പോ വാർഡൻ തന്നെ അവർ ഇഷ്ടത്തിലാണെന്ന് മനസ്സിലാക്കിയില്ലേ? കൈലാഷിന് അവരെ നമ്മളെക്കാൾ വിശ്വാസമാണ്. അവരെ ഒരു സാക്ഷിയാക്കി കൈലാഷിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വരുന്നില്ലേ? പാർവതിക്ക് പ്രിയനെ ഇഷ്ടമായതുകൊണ്ട് അവര് തമ്മിലുള്ള കല്യാണം നടക്കില്ല എന്ന് ഭൂമിക മാഡം കൈലാഷിനെ പറഞ്ഞ് ധരിപ്പിച്ചേനെ. ഭൂമികയ്ക്ക് കൈലാഷിന് മേൽ അത്രയ്ക്ക് സ്വാധീനമൊന്നുമില്ല. ഞാൻ പാർവതിയുമായുള്ള കൈലാഷിന്റെ ബന്ധത്തെ എതിർത്തപ്പോ അവൻ പറയുന്നതെല്ലാം കേൾക്കുന്ന ഒരാളെ കൈലാഷ് ഒരു താങ്ങായി കണ്ടു, അത്രേ ഉള്ളൂ. എന്നെ തിരിച്ചു കിട്ടിയതിനു ശേഷം അവൾക്ക് കൈലാഷിന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ല. അവൾ പറഞ്ഞൂന്ന് വെച്ച് കൈലാഷ് പാർവതിയിൽ നിന്നും അകലാനും പോകുന്നില്ല. ആന്റി വീണ്ടും ഭൂമിക മാഡത്തിനോടുള്ള ദേഷ്യം കാണിച്ചു തുടങ്ങി. ആന്റി എന്തിനാണാവോ അവരോട് മത്സരിക്കുന്നത്? അവളെയും കൊണ്ട് നമ്മള് കൈലാഷിന്റെ അടുത്തേക്ക് ചെന്നാൽ അവൻ നമ്മളെയും കൂടി വെറുക്കും. കൈലാഷ് ഇപ്പോ എന്റെ നിയന്ത്രണത്തിലാ. അത് കൈവിട്ട് കളയാൻ ഞാൻ തയ്യാറല്ല. നീ ആ സ്വാമി പറഞ്ഞത് മറന്നോ? പാർവതി പ്രിയന്റെ ആയാൽ പോലും കൈലാഷിന് അവളെ മറക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ പിന്നെന്താ കാര്യം? അതുകൊണ്ട് പാർവതിയും പ്രിയനും ഒന്നിച്ചാൽ മാത്രം പോരാ. കൈലാഷിന് മുമ്പിൽ അവർ ചതിയന്മാരാവണം. അവരെ കൈലാഷ് ഒരിക്കലും കാണാൻ പോലും ആഗ്രഹിക്കരുത്. നീ വെറുതെ ടെൻഷൻ ആവണ്ട. കൈലാഷിനെയും പാർവതിയെയും നമ്മൾ എന്തായാലും അകറ്റും. അങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതിയോ? അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? നമ്മൾ പാർവതിയെ കൈലാഷിന്റെ ഭാര്യയായി അംഗീകരിച്ച് വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കല്ലേ? ഇതുവരെ അങ്ങനെ തന്നെയായിരുന്നു. കൃത്യസമയമാവുമ്പോ പാർവതിയോ പ്രിയനോ കൈലാഷിനോട് സത്യം പറയുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ അവർ രണ്ടുപേരും എന്റെ ക്ഷമയെ പരീക്ഷിക്കാന്നല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടിനി കാര്യങ്ങൾ ഞാൻ എന്റേതായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു. എങ്ങനെ? ഞാൻ ചില കളികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം ലക്ഷ്യം കണ്ടാൽ പാർവതിക്കും പ്രിയനും കൈലാഷിനോട് സത്യം പറയുകയല്ലാതെ വേറെ വഴിയുണ്ടാവില്ല. അപ്പോഴുണ്ടാവുന്ന ദേഷ്യത്തിൽ കൈലാഷ് പാർവതിയും പ്രിയനെയും, എന്തിന് ഭൂമിക വരെ വെറുക്കും.